ഹായ് ഫ്രണ്ട്സ്, റോമാൻ റോസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സീ ബ്രീമാണ്. ശരിക്കും ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എങ്കിൽ പിന്നെ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഫിഷ് മാറിനേറ്റ് ചെയ്യുന്നതിനായി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ നാരങ്ങയുടെ നീരും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മസാല മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായി നമ്മുടെ മീൻ വെച്ച് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം മീൻ തിരിച്ചിട്ട് മറുവശം കൂടെ അടുത്ത 2 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് മീനിൻ്റെ 2 വശങ്ങളും 4 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം. അപ്പോഴേക്കും മീനിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി കിട്ടും. ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മീനിൻ്റെ പുറം ഭാഗം അത്ര ഹാർഡാകത്തുമില്ല, മറിച്ച് മീനിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി കിട്ടുന്നതുമാണ്. ഇപ്പോൾ നമ്മുടെ മീൻ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ മാറ്റിയ ശേഷം അതേ പാനിലേക്ക് 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഇടുന്നതിന് മുന്നായിട്ട് കുറച്ച് ഉലുവ ഇട്ട് മൂപ്പിക്കേണ്ടതുണ്ടായിരുന്നു, അത് വിട്ടുപോയി. അത് ഞാൻ ഇപ്പോൾ ഇട്ട് മൂപ്പിക്കുകയാണ്. സവാളയൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 5 കുഞ്ഞുള്ളി ചതച്ചത്, 5 വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളകും ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെച്ച് ചാറൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയിലയിലേക്ക് 2 സ്ലൈസ് ചെയ്ത് തക്കാളി വെച്ച ശേഷം ഹാഫ് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. മീനിൻ്റെ മുകളിലായി ബാക്കിയുള്ള മസാല കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായി സ്ലൈസ് ചെയ്ത് 2 തക്കാളിയും 1 തണ്ട് കറിവേപ്പിലയും വെച്ച് നമുക്കിത് പൊതിഞ്ഞെടുക്കാം. വാഴയില ഞാനിവിടെ തീയിലൊന്ന് വാട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിത് പൊതിയുമ്പം ഉറപ്പായിട്ടും പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. അടുത്തതായി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ നമുക്കിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഇത് തിരിച്ചിട്ട് വീണ്ടും അടുത്ത 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്കിത് തുറന്ന് നോക്കാം. ശരിക്കും നമ്മുടെ സീ ബ്രീം മസാലയിൽ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മസാലയുടെ എല്ലാ ഫ്ലേവറും മീനിലേക്ക് നന്നായി തന്നെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു മസ്റ്റ് ട്രൈ സൂപ്പർ ഡൂപ്പർ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ എത്ര നിങ്ങളോട് വിശദീകരിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകില്ല. ഇതിൻ്റെ 100% ടേസ്റ്റ് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി തന്നെ നോക്കുക. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? എങ്കിൽ പിന്നെ ശരി, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.